2026-27 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കും. വിവിധ മേഖലകളെ പരിഗണിച്ചുകൊണ്ടുള്ള തുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വികസനവും കരുതലും ഉൾക്കൊണ്ടുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബെഡ് സ്കൂൾ നിർമ്മാണ പൂർത്തീകരണം, ടേക്ക് എ ബ്രേക്ക് പദ്ധതി, പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി തുടങ്ങി ഒട്ടേറെ പദ്ധതികളാണ് ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 42,13,52,507 രൂപ വരവും 41,62,18,307 രൂപ ചെലവും 2,43,25,432 രൂപ നീക്കി ബാക്കിയും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജിജി ശെൽവരാജ് അവതരിപ്പിച്ചത്. ഈ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അങ്ങേയറ്റം ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വികസനവും ക്ഷേമവും നടപ്പിലാക്കുക എന്ന സതുദ്ദേശത്തോടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു മികച്ച ബജറ്റാണ് നമ്മുടേത്. പ്രധാനമായും ലക്ഷ്യമിടുന്ന വികസന പദ്ധതികളെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് ഏരിക്കൽ സംസാരിച്ചു. ഈ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ രംഗത്ത് ഏറെ മുന്നോട്ട് പോയിട്ടുള്ള പഞ്ചായത്താണ്. സ്വന്തമായ ഒരു MCFന്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഡയപ്പർ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഒരു ഡയപ്പർ മാലിന്യ സംസ്കരണ കേന്ദ്രം നമ്മൾ നിർമ്മിച്ചു. അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മാലിന്യ രംഗത്ത് വലിയ നേട്ടങ്ങൾ വഹിക്കുന്നതോടൊപ്പം ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടി ചില പുതിയ പദ്ധതികൾ കൂടി ഞങ്ങൾ ഈ ബജറ്റിൽ ആവിഷ്കരിച്ചു. ജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് ഞങ്ങൾ നോക്കിക്കാണുമ്പോൾ പഞ്ചായത്തിന് സംസ്ഥാനത്ത് ഒരിടത്ത് പോലും അങ്ങനത്തെയുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിതമായിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. അത്തരത്തിലുള്ള നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പദ്ധതി, ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി, ഈ പ്രോജക്റ്റ് ഈ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ടൂറിസം മേഖലയ്ക്ക് ഏറെ കരുത്തേറുന്ന ഒരു പദ്ധതിയാണ്. കോടനാട് മേഖല പൂപ്പടി പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ഏറെ ടൂറിസം സാധ്യതയുള്ള മേഖലയാണ്. ആ മേഖലയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക ഈ പഞ്ചായത്തിലെ ഈ വാർഷിക ബജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോർജ് തേലക്കാട്ട്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വിപിൻ കോട്ടക്കുടി, സെക്രട്ടറി ജിനേഷ്, വാർഡ് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി.